ഓഹരിപണ്ഡം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അതായത് ഫ്രൈഡേ വളരെ വലിയ രീതിയിലുള്ള ഒരു ബൈയിങ് ആണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളുടെ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബുധനാഴ്ച രാത്രി US CPI ഡാറ്റ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. വ്യാഴാഴ്ച രാത്രി US റീറ്റെയിൽ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഡാറ്റയും എക്സ്പെക്ടേഷനേക്കാൾ വളരെ വലിയ രീതിയിലാണ് പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് US മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രി. വെള്ളിയാഴ്ച ഏഷ്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലും നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി അങ്ങനെ 20 മൂവിംഗ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഓൾമോസ്റ്റ് നമുക്ക് ഒരു സപ്പോർട്ട് എടുത്തു, ഇല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കിയൊക്കെ മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി ഒരു സെക്ടോറിയൽ വൈസ് സംസാരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് 1 മന്ത് ആയിട്ട് നമ്മുടെ പ്രധാന ലാർജ് ക്യാപ് സെക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT, ഫാർമ, FMCG ഈ 3 സെക്ടറുമാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. FISന്റെ പ്രധാന ബൈയിങ് നടക്കുന്നത് ഈ ഒരു 3 സെക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു 3 സെക്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെക്ടറുകളിലൊക്കെ ചെറിയ രീതിയിലുള്ള ബൈയിങ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ റാലി വന്നു എന്നുണ്ടെങ്കിലും ഈ റാലിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്, അല്ലെങ്കിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഈ ഒരു അപ്സൈഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളിലും നമ്മൾ സാധാരണ ബുൾ മാർക്കറ്റിൽ കിട്ടുന്ന പോലുള്ള ഒരു മൊമെന്റം കിട്ടുന്നില്ല. പല സ്റ്റോക്കുകളും ഫെയിൽ ആകുന്നുണ്ട്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. സോ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, സ്പെഷ്യലി വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത ആഴ്ച കാര്യമായിട്ടുള്ള ഇവന്റ്സുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകളും അതേപോലെ തന്നെ ഇൻഡെക്സിന്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു 20 മൂവിംഗ് ആവറേജിന്റെയും 50 മൂവിംഗ് ആവറേജിന്റെയും ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേ വളരെ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് വന്നു. നമ്മൾ വീക്ക്ലി ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? ഒരു സപ്പോർട്ട് എടുത്തിയൊരു ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഒരു ബൈയിങ് പ്രഷർ സൂചിപ്പിക്കുന്നു. ലാസ്റ്റ് വീക്ക് ആ ഒരു ഹൈ കട്ട് ചെയ്തുകൊണ്ട് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ക്യാൻഡിലും നമുക്ക് ഓവറോൾ ഒരു ബൈയിങ് പ്രഷറാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിൽ ഈ പ്രധാന അപ്പർ ലെവലും ലോവർ ലെവലും, അതായത് അപ്പർ സൈഡ് ഈ ഒരു 25,000, ഓക്കെ, ഈ ഒരു 25,000ഉം ലോവർ സൈഡ് നമ്മളുടെ ഈ ഒരു 24,000നോട് അടുപ്പിച്ചിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് സോൺ, ഈ 2 സോണിലായിരിക്കും മാർക്കറ്റ് നിലനിൽക്കാനുള്ള സാധ്യത. ഈ ഒരു 24 ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു സപ്പോർട്ട് സോൺ ആണ്. 50 മൂവിംഗ് ആവറേജ് കൂടി അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു 24,000 എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി പ്രധാനമായിട്ട് നമ്മൾ CNX സ്മോൾ ക്യാപ്പ് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 20യോടും 50യോടും ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. നിഫ്റ്റി പ്രീവിയസ് വീക്ക് ഹൈ എല്ലാം കട്ട് ചെയ്തു എന്നുണ്ടെങ്കിലും നമ്മളുടെ സ്മോൾ ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ബൈയിങ് പ്രഷർ ഇല്ല എന്നുണ്ടെങ്കിലും ഓവറോൾ ഒരു ബൈയിങ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രീവിയസ് വീക്ക് കട്ട് ചെയ്തിട്ടില്ല, ബട്ട് ഇവിടെ ഒരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് പോകുന്നത്, അല്ലെങ്കിൽ അപ്സൈഡ് മൂവ് ചെയ്യുന്നുള്ളൂ എന്നതാണ്. ഇനി ഈ ഒരു 50 മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു സെല്ലിങ് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സെല്ലിങ് മേ ബി ഒരു 1000 പോയിന്റോ ഇല്ല 2000 പോയിന്റ് ഒക്കെ സെല്ലിങ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം വളരെ ചെറിയ രീതിയിൽ പൊസിഷൻ സൈസിങ് ഒക്കെ കുറച്ച് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇനി ഓൾറെഡി ഞാൻ സെക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ രാധിക ജുവലേഴ്സ് ആണ്. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ അതിന്റെ മുൻപിലത്തെ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഏകദേശം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. മേ ബി ഈ ഒരു പോയിന്റിലായിരിക്കും ഞാൻ ഈ ഒരു പോയിന്റിലാണ് ബൈ പറഞ്ഞത്. ഈ ഒരു പോയിന്റ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് നോർമലി പറയുക. അത് ഹിറ്റായി. ബട്ട് എന്നിരുന്നാലും ഇതിന്റെ ഓവറോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ വീക്ക്ലി ചാർട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു ബ്രേക്ക് ഔട്ടിനുള്ളൊരു പോസിബിലിറ്റീസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അപ്സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണിത്. ഇനി മാർക്കറ്റിൽ സെൽ ഓഫ് വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റോക്കിലും സെൽ ഓഫ് വരും. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അങ്ങനെയാണല്ലോ മാർക്കറ്റ്, പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പിലൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈക്ക് മുകളിലൊക്കെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. 13% ഒക്കെ ഇല്ലെങ്കിൽ ഒരു 12%, 12 to 13% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് രാധിക ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വളരെ വലിയ രീതിയിൽ ബ്രേക്ക്ഔട്ട് തരുന്ന വേറെ ഒരു സെക്ടർ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ സെക്ടറാണ്. ടെക്സ്റ്റൈൽ സെക്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിറ്റെക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിറ്റെക്സിൽ ഒരു ബ്രേക്ക്ഔട്ട് വരുന്നുണ്ട് അല്ലേ. കിറ്റെക്സിൽ ഒരു ബ്രേക്ക്ഔട്ട് വരുന്നുണ്ടെന്നല്ല, കിറ്റെക്സിൽ ഒരു ബ്രേക്ക്ഔട്ട് വന്നു. പക്ഷെ വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ആ ഒരു മന്ത്ലി ക്യാൻഡലിൻ്റെ ലോയിലൊക്കെ പോയാൽ 38% ഉണ്ട്. ഇനി ശരി വീക്ക്ലി ക്യാൻഡലിൻ്റെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഏകദേശം 10-32% സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇനി നമ്മൾ ഡെയിലി ക്യാൻഡലിലോട്ട് വന്നാലും നമ്മൾ ലാസ്റ്റ് സ്വിംഗ് ലോ കൺസിഡർ ചെയ്താലും ഏകദേശം ഈ ഒരു 32% വരുന്നുണ്ട്. ഇല്ലെങ്കിൽ 30% വരുന്നുണ്ട്. അപ്പം കിറ്റെക്സ് ഗാർമെന്റ്സ് വളരെ നല്ലൊരു റിവേഴ്സലാണ് കാണിക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു പ്രസന്റ് സിനാരിയോയിൽ എടുക്കാൻ പറ്റില്ല. പകരം ഇനി ഇവിടെ എന്താ പറയുക, വേറൊരു ഫോർമേഷൻ എന്തെങ്കിലും വരികയാണ്. ഇവിടെ വേറൊരു ഫോർമേഷൻ, അതായത് ഡെയിലി ചാർട്ടിലോട്ട് പോയിട്ട് ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്ന് വീണ്ടും ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് ഒക്കെ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ അന്നേരം ഇപ്പോൾ നമുക്ക് എന്താണ്, ഇല്ലെങ്കിൽ അവിടെ ബ്രേക്ക്ഔട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫോർമേഷൻ വന്നിട്ട് പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് എൻട്രി എടുത്തുകൊണ്ട് ഈ ഒരു 13% സ്റ്റോപ്പ് ലോസിലൊക്കെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം പ്രസന്റ് സിനാരിയോയിൽ കിറ്റെക്സിൽ കയറരുത്. ഒരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിരിക്കും എൻ്റെ സജഷൻ. അപ്പം ഗാർമെന്റ് സെക്ടറിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഇത്. ഇനി അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നാഗരിക എക്സ്പോർട്സ്. ഓക്കെ, ഇതും ടെക്സ്റ്റൈൽ സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഓക്കെ, ഇവിടെ ഓൾറെഡി ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തിക്ക് ലൈൻ ആക്കാം. അപ്പം ഓക്കെ, ഇതും ടെക്സ്റ്റൈൽ റിലേറ്റഡ് സെക്ടറാണ്. ഇതും ഒരു 2008 ശേഷം ഒരു 16-15 വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്രേക്ക്ഔട്ടിന് റെഡിയായി നിൽക്കുവാണ് ഈ ഒരു 45-44 പ്രൈസ് റേഞ്ചിൽ. അതേപോലെ തന്നെ അടുത്ത ഒരു സ്റ്റോക്കാണ് പശുപതി, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. പശുപതി അക്രിലിയോൺ. ഓക്കെ, എനിവേ ആ ഒരു സ്റ്റോക്കും ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റിലാണ് ഉള്ളത്. നമ്മൾ വീക്ക്ലി ചാർട്ടിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ബ്രേക്ക്ഔട്ട് പോയിന്റിലാണുള്ളത്. മാത്രമല്ല നമുക്കിവിടെ ഒരു വലിയ വോളിയം ഒക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം 20% സ്റ്റോപ്പ് ലോസ് വരും. ലാസ്റ്റ് ഡേ ഈ ഒരു സ്റ്റോക്കിൽ വളരെ നല്ല 10-17% മൂവ്മെന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 3 സ്റ്റോക്കുകളും ഈ ഒരു ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ നാഗരിക ആ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ കിറ്റെക്സ് ഓൾറെഡി മൂവ് ചെയ്തു, കിറ്റെക്സും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ 3 സ്റ്റോക്കുകളും ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾ ഓൾറെഡി ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറെ എന്താ പറയുക വീക്കുകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബംഗാളിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ഇവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾക്കൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസായിട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് TB സെറ്റ്. TB സെറ്റും ഈ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് റിവേഴ്സലാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, ട്രെൻഡ് റിവേഴ്സലാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് 2012
IPO വന്നു. അതിനുശേഷം 2000 ആ ഒരു കാലം അല്ലെങ്കിൽ 2012 തൊട്ട് തന്നെ ഇതിലൊരു സെൽ ഓഫ് വന്നതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ആ ഒരു സ്റ്റോക്കിൽ ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴാണ് ആ ഒരു സ്റ്റോക്കിൽ ഒരു റിവേഴ്സൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വോളിയം പാർട്ടിസിപ്പേഷൻ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് ബൈ എടുത്തിട്ട് ഒരു 25% സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ഇനി ഡെയിലി ചാർട്ടിലോട്ട് വന്നാൽ നമുക്കൊരു സ്വിംഗ് ലോ കിട്ടുമോ? ഓക്കെ, ഈ ഒരു 20% സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോ 25% സ്റ്റോപ്പ് ലോസ്. ഇനി വളരെ ടൈറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 10% സ്റ്റോപ്പ് ലോസ്, ഈ ഹൈക്ക് മുകളിൽ എൻട്രി എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടുക, ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടുക, ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പം ഈ 3 സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഈ ഒരു TBZ എന്ന് പറയുന്നത്. കാരണം ഒരു റിവേഴ്സലാണ്. ഓൾമോസ്റ്റ് നമ്മൾ കിറ്റെക്സിൽ കണ്ട സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസ് പാറ്റേൺ ആണ് TBZലും ഉള്ളത്. അപ്പം ഈ ഒരു സ്റ്റോക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ സ്റ്റെർലിംഗ് ടൂൾസ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിലും വളരെ നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഏകദേശം 2018 മുതലുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണിത്. ഓക്കെ, 2018 മുതലുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണിത്. അപ്പം ഇവിടെ നിന്ന് വീക്ക്ലി ചാർട്ടിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, റെസിസ്റ്റൻസ് എടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ഔട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു 20% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റെർലിംഗ് ടൂൾസ്. ഇനി നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ് എവറിഡേ. ഒത്തിരി സ്റ്റോക്കുകളിൽ ഒരു റിവേഴ്സലൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. സെല്ലിങ്ങിലൊക്കെ അത്യാവശ്യം ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബൈങ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ കൺസിഡർ ചെയ്യാം. നമ്മളപ്പോൾ ഈ ആഴ്ച പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും രാധിക ജുവലേഴ്സ് പറഞ്ഞു, ടെക്സ്റ്റൈലിലെ 3 സ്റ്റോക്കുകൾ, നാഗരിക, കിറ്റെക്സ്, പിന്നെന്താണ് പശുപതി ആക്രിലാണോ ആ സ്റ്റോക്ക്, പിന്നെന്താണ് പിന്നെ TBZ, സ്റ്റെർലിംഗ് ടൂൾസ്, പിന്നെ ഈ സ്റ്റോക്ക് എവരുടെ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. നിരവധി സ്റ്റോക്കുകളിൽ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടി എടുക്കുക, സെക്ടോറിയൽ അനാലിസിസ് നടത്തുക, ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്യൂർ ടെക്നിക്കലായിട്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ സൈസിങ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് കൺസിഡർ ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.